ഫാഷൻ ബ്ലോഗറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. ഞാനിപ്പോ ഈ വേഷത്തിൽ എന്താണെന്നല്ലേ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്ത്യൻ ട്രഡീഷണൽ ഫുഡാണ്. പെസഹ അപ്പം, കുരിശപ്പം, കലത്തപ്പം എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന പെസഹ അപ്പവും പാലുമാണ്. അപ്പൊ സെറ്റപ്പ് കൊള്ളാവോ? അതൊക്കെ പോട്ടെ. സാധാരണ ഈ ദിവസങ്ങളിൽ ഇത് പ്രാർത്ഥനയോടെ പുതിയ പാത്രങ്ങള് അങ്ങനെ കുറെ ട്രഡീഷണൽ രീതികൾ ഫോളോ ചെയ്ത് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. വായോ. ആദ്യം നമുക്ക് പെസഹ അപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചെറിയ ജീരകം 1 ടേബിൾ സ്പൂണ്, വെളുത്തുള്ളി അല്ലി ഒരു 5-6 എണ്ണം, ചെറിയ ഉള്ളി ഒരു 10-15 എണ്ണം, 10 എണ്ണം നമുക്ക് ഫ്രൈ ചെയ്യണം, ഒരു 5 എണ്ണം നമ്മൾ തേങ്ങയുടെ കൂടെ ആഡ് ചെയ്യും. നാളികേരം ചിരകിയത് ഒരു ഫുൾ നാളികേരം വേണം, പിന്നെ തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ വളരെ നല്ലത്. ഉഴുന്ന് ഒരു 1/2 കപ്പാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ റേഷ്യോ കണക്കാക്കിയാൽ അരിപ്പൊടി ഒരു 1.5 കപ്പ്, മഞ്ഞൾപ്പൊടി ഒരു നുള്ള്, വെളിച്ചെണ്ണ, വെള്ളം ആവശ്യത്തിന്. ഇനി ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് ഉഴുന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കടായിൽ 1/2 കപ്പ് ഉഴുന്നെടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഇത് ഇളക്കി കൊടുത്താലേ എല്ലായിടവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടുള്ളൂ. അത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് ചെറിയുള്ളി വറുത്തെടുക്കാം. അതിനായിട്ട് ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുഞ്ഞായി അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി എല്ലാം ഒരുപോലെ മൊരിഞ്ഞു കിട്ടാനായി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ വറുത്ത് മാറ്റുക. ആ സെയിം വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ നാളികേര കഷ്ണങ്ങൾ, കോക്കനട്ട് പീസസ് ഇട്ട് കൊടുക്കുക. അതും ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ വറുത്ത് മാറ്റുക. തേങ്ങാപ്പീര ഒന്ന് പയ്യനെ ചതച്ചെടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി ഇവ ഒന്ന് മിക്സിയിൽ പയ്യനെ ഒന്ന് കറക്കിയെടുക്കണം. ഇനി നമ്മൾക്ക് അപ്പത്തിൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു വലിയ ബൗൾ എടുക്കാം. അതിലേക്ക് ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നുപൊടിയും 1.5 കപ്പ് അരിപ്പൊടി, തേങ്ങ ചതച്ച് വെച്ചിരിക്കുന്നതും, പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയും ഉള്ളിയും, ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മളുടെ നോർമൽ വാട്ടറിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒരു ഇഡ്ഡലി മാവിനേക്കാളും ഇച്ചിരി തിക്കായിരിക്കണം. അതിനുശേഷം നമ്മൾക്ക് ഒരു 3 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് പൊന്താനൊന്നും വേണ്ടിയല്ല, ഈ ബാറ്റർ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. ഇനി നമ്മൾക്ക് അപ്പം വേവിക്കാം. അതിനായിട്ട് ഒരു ഉരുളി ഞാൻ അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയും കുറച്ച് ചെറിയുള്ളിയും ആഡ് ചെയ്ത് കൊടുത്തു, നേരത്തെ വറുത്ത് വെച്ചത്. ഇതൊരു ഫ്ലേവർ എൻഹാൻസിന് വേണ്ടിയാണ്. അതിനുശേഷം ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ പയ്യനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് മൂടി വെക്കാം, അല്ലെങ്കിൽ പഴയ കാലങ്ങളിൽ ഇതിന് മുകളിലേക്ക് നമ്മൾ ദമ്മൊക്കെ ചെയ്യണ പോലെ കനലാക്കി വെക്കും. അപ്പോൾ ഇതിൻ്റെ 2 വശവും പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. കനലൊക്കെ ആക്കി വെച്ച് കൊടുക്കാൻ എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾക്കൊരു മൂടി വെച്ചിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. അതിനുശേഷം പയ്യനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾക്കിതൊരു ഫ്രൈ പാനിൽ വറുത്തെടുക്കാം. എല്ലാവരുടെയും കയ്യിൽ ഉരുളി ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ആ മെത്തേഡും കൂടി നിങ്ങളെ കാണിക്കാം. സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇതങ്ങനെ ചെറിയ ചൂടിൽ കുക്കാവുമ്പോൾ നമുക്ക് പെസഹ പാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്: കുത്തരി 1 ടേബിൾ സ്പൂണ്, പാളയംകുടം പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, പിന്നെ ഒരു ചെറിയ കഷ്ണം ചുക്ക്, ഏലക്ക, നാളികേരപ്പാൽ ഞാനൊരു 2 കപ്പ് നല്ല കുറുകിയ നാളികേരപ്പാലാണിത്, പിന്നെ ശർക്കര. ഇനി നമുക്ക് പാൽകുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്. ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ അരി വറുത്തെടുക്കണം. കണ്ടോ, അരി ഇപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയി വരുന്നുണ്ട്. ഇതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കുക. മിക്സിയിൽ ഇപ്പോൾ നന്നായി പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് കുറുക്ക് കാച്ചുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നല്ല വൃത്തിയുള്ളൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ശർക്കര ഇടുക. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച അരിപ്പൊടി 1 ടേബിൾ സ്പൂണും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ അരിപ്പൊടി കാരണം കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് കൈയെടുക്കാതെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക. ഇത് ട്രഡീഷണൽ രീതിക്ക് ചെയ്യുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ഓരോ ജപങ്ങളും പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഓരോന്ന് ആഡ് ചെയ്യുന്നതാണ് ഞാൻ അമ്മച്ചിമാരൊക്കെ ചെയ്ത് കണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിന്ന് പെസഹ വ്യാഴാഴ്ച ചെയ്യാത്തത് കൊണ്ട് ഞാനിതിൻ്റെ റെസിപ്പി മാത്രമേ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ചുക്കും ഏലക്കായ ആഡ് ചെയ്യണം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടി. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പയ്യനെ കുറുകാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് പഴം ആഡ് ചെയ്യാം.
ആ സ്ലൈസ് ചെയ്ത് വെച്ച് പഴം ആഡ് ചെയ്യാം. അപ്പോൾ അതാ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കാം. സാധാരണ ട്രഡീഷണൽ രീതിയിൽ നമ്മൾ പെസഹ വ്യാഴാഴ്ച ഉണ്ടാക്കുമ്പോൾ ഇതിൽ കുരുത്തോല കൊണ്ട് രണ്ടിലും കുരിശുണ്ടാക്കി വയ്ക്കും. പക്ഷേ ഞാനിപ്പോൾ അല്ലാത്ത ദിവസം ചെയ്യുന്നത് കൊണ്ട് അത് ചെയ്യുന്നില്ല. ജസ്റ്റ് ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ കുരിശ് വയ്ക്കുന്നുള്ളൂ. കുക്കിംഗ് ടൈമിൽ അത് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ പെസഹ അപ്പവും പാലും ഉണ്ടാക്കുന്ന രീതി കണ്ടില്ലേ? പറ്റുന്നവർ അത് ട്രൈ ചെയ്യണം. പിന്നെ ഇനിയും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ പെസഹ വ്യാഴത്തിൻ്റെ പ്രാർത്ഥനകളും നന്മകളും നേരുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് സിമി. ടാറ്റാ, ബൈ ബൈ.